അപ്പം ഇന്ന് രാവിലെ ഇതാ തുണിക്കെട്ടുമായിട്ട് ഞാൻ താഴോട്ട് പോവാം. കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കഴുകാനുള്ള തുണി 2 ദിവസത്തെ തുണി കിടപ്പുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് തുണിയെല്ലാം കഴുകി ഇടണം. അതുകൊണ്ട് രാവിലെ അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വേണം ബാക്കി പരിപാടി. അപ്പം മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരാളെ ഉറക്കി ഇവിടെ തോളയ്ക്കടുത്തേക്ക് നിമോച്ചേനും അജൂസും കൂടി കറിക്ക് വാങ്ങിക്കാൻ പോയേക്കുവാണ്. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ഇതാ പുറത്തോട്ട് ഇറങ്ങി കറിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പമ്പൂനെ ഞാൻ ഉറക്കി തോളയിൽ കിടത്തേക്കുവാണ്. പിന്നെ അവർ വന്നിട്ട് വേണം എനിക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ. അപ്പോൾ അവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. എന്താ വാങ്ങിച്ച? ബീഫ് വാങ്ങിച്ചാ? അതാണല്ലേ ലേറ്റ് ആയത്. പുറത്ത് എങ്ങനെയുണ്ട് ചൂട്? കൊള്ളാന്നാ? ചൂട് ഇഷ്ടപ്പെട്ടാ? ഒരാളെ ഉറക്കി ഞാൻ എന്താ തോളേക്ക് എടുത്തേക്ക്. നിമോചേട്ടൻ നല്ല കഠിനമായ ജോലിയില്ല. സവാള അരിഞ്ഞോണ്ടിരിക്കുന്നു. എളുപ്പമുള്ള ജോലി തന്നെയാണല്ലോ ചേട്ടൻ ചെയ്തത്. അതല്ല, അതിൻ്റെതേ വേറെ സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കിടപ്പുണ്ട്. ഒരുമിച്ചെല്ലാം കൂടി ഞാൻ എടുത്തിട്ടത്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. എന്താ എന്താ പൊന്നോ, ആരാ അടിച്ചത്? അങ്ങനെയല്ല അരിഞ്ഞതാ. നമ്മുടെ ബീഫ് ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഒരു 4 വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഇവിടെ ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. കോവക്ക ഞാൻ എന്താ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം എടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് പെട്ടെന്നൊരു മെഴുക്ക് പുരട്ടി വെക്കാം. അച്ചൂര് പരീക്ഷ 4 എണ്ണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി 4 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അവർ പഠിപ്പിക്കുവാണ് നിമോച്ചേട്ടൻ. അതുകൊണ്ട് ഹോൾഡ് ഒരാൾ ഡോറും തുറന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ കിച്ചണിലാന്ന് പറഞ്ഞപ്പോൾ ഓടി വരുവാ അമ്പു ഇങ്ങോട്ട്. പഠിച്ചു കഴിഞ്ഞാ അമ്പു? അപ്പോൾ പഠിച്ചു കഴിഞ്ഞാ അച്ചു? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്തോ ഞാനപ്പോൾ കോവക്കയൊക്കെ ഇട്ടു. അമ്പുക്കുട്ടൻ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൈ കയറിയിരിക്കണം അല്ലേ അമ്പു? എന്താ അമ്പു? എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ. ആണോ അമ്പൂത്തെ? അപ്പോൾ കോവക്ക ഇട്ടിട്ടുണ്ട്. കോവക്കപ്പം ഒന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് സെക്കൻഡ് ടൈം വാഷിങ്, അതും കൂടി ഒന്ന് കഴിയണം. ഫസ്റ്റത്തത് ബക്കറ്റിലിരിക്കുക, വിരിച്ചിട്ടില്ല. ഈ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് എന്താ എഴുന്നേറ്റ് പോരാൻ കാര്യം? അയ്യോ ഡിറ്റേഷൻ. ബാ, ഇവിടെ ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അവരുടെ വെള്ളം മാറ്റി കൊടുക്കാൻ. വരാട്ടാ പാവം, ചൂടാ. എന്തിനാ? വരാട്ടോ, ഇപ്പോൾ വരാട്ടോ പാവം. അങ്ങനെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു 2 തക്കാളി എടുത്ത് നല്ലപോലെ കുഞ്ഞുനാക്കി അരിഞ്ഞ് വാട്ടി അതൊരു പാത്രത്തിലോട്ട് വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഗരം മസാലയും മീറ്റ് മസാലയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാ പൊടിയും ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് അതൊന്ന് ആ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വയ്ക്കുവാണ്. അത് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ബീഫും കൂടി ഒന്ന് എടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട്, ഞങ്ങൾക്കിവിടെ ബീഫിനകത്ത് ചാറ് അത്യാവശ്യം വേണം കേട്ടോ. എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീഫ് അങ്ങനെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ കരിവേപ്പിലയും മല്ലിയിലയും ഇട്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഞാൻ വയ്ക്കുന്ന കണക്ക് തന്നെ കേട്ടോ വെച്ചാൽ. ബീഫ് കറി റെഡിയായപ്പോൾ ഞാൻ അടച്ചൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ കോവയ്ക്ക അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ഉള്ളിത്തൊണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിവിടെ ഒരു വേപ്പിൻ തൈ നട്ടിട്ടുണ്ട്. അതിനപ്പോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ വേപ്പിൻ തൈ. അപ്പോൾ ഞാൻ വേസ്റ്റെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്.
ഇതെനിക്ക് പുല്ലിൻ്റെ ഇടക്കുന്ന് കിട്ടിയതാണ്. ഇത് ഇട്ട് കൊടുക്കാറുണ്ട്, പിടിച്ച് വരുന്നുണ്ട്. കുറച്ച് വളവും കൂടി ഒന്ന് മേടിച്ചിട്ട് കൊടുക്കണം. എന്തായാലും ഒന്നും കൂടി കുറച്ച് പിടിക്കട്ടെ, എന്നിട്ട് ഇട്ട് കൊടുക്കാൻ വളം മേടിച്ച്. അങ്ങനെ പോയി സമയം ഇപ്പോൾ 5 മണിയായി. അപ്പം ഇനി ചായ വെക്കാൻ വേണ്ടി പോവുകയാണ്. അച്ചൂസ് പുറത്ത് കളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിമോച്ചേട്ടനും അമ്പും കൂടി ചെടിക്ക് വെള്ളം ഒഴിക്കുക. അങ്ങനെ നിമോച്ചേട്ടനും അമ്പും കൂടി ഇതാ വെള്ളം ഒഴിക്കുവാണ് ചെടിക്ക്. അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചേക്കുക. എന്താ ബ്രെഡ് മൂപ്പിച്ചാ? തരാം. പച്ചൂസിന് ബ്രെഡ് മൂപ്പിച്ചിനി കൊടുക്കട്ടെ ചായക്ക്. ശരി. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചേക്കണ തിളക്കട്ടെ. ചേട്ടാ ചായ കുടിക്കാം. വാ എന്നാ. നാളെ പറിക്കാം. എന്തായാലും അവിടെയൊക്കെ കുറേ പുല്ലുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക്. എന്താ എടുത്തു തരാം കേട്ടാ.